ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കവീന്ദ്രാണാം ചേതഃ കമലവനബാലാതപരുചിം ഭജന്തേ യേ സന്തഃ കദിചിദരുണാമേവ ഭവതീം വിരിഞ്ചി പ്രേയസ്യാ തരുണതര ശൃംഗാരലഹരി ഗഭീരാഭിർവാഭിർ വിദധതി സതാ രഞ്ജനമമീ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 16. അല്ലയോ പരമേശ്വരി, കവിശ്രേഷ്ഠന്മാരുടെ മനസ്സുകളാകുന്ന താമരപ്പൂ കൂട്ടത്തിന് ബാലസൂര്യകാന്തിയായി അരുണ എന്ന് പേരുള്ളവളായി ചുവപ്പു നിറത്തോടു കൂടിയവളായിരിക്കുന്ന നിന്തിരുവടിയെ യാവചില സത്തുക്കൾ ഭജിക്കുന്നുവോ ആ ഈ സത്തുക്കൾ സരസ്വതി ദേവിയുടെ അത്യന്തം താരുണ്യത്തോടു കൂടിയ ശൃംഗാരത്തിന്റെ പ്രവാഹം പോലെ ഗംഭീരങ്ങളായ വാക്കുകൾ കൊണ്ട് സജ്ജനങ്ങളുടെ മനോരഞ്ജനത്തെ ചെയ്യുന്നു. ചെന്താമരകളിൽ ഉദയസൂര്യന്റെ രശ്മികൾ പതിക്കുമ്പോൾ സ്വതവേ ചുവന്ന പൂക്കൾ കൂടുതൽ ചുവപ്പായി തീരുന്നു. മഹാകവികളുടെ മനസ്സിനെയാണ് ഇവിടെ താമരകളോട് ഉപമിക്കുന്നത്. അരുണ എന്ന ഭാവനയോടെ ദേവ്യുപാസന ചെയ്താൽ കവി മനസ്സുകളിലെ ഭാവനകൾ അതിമനോഹരവും അർത്ഥപുഷ്ടവുമായി വിടരുന്നു. ശൃംഗാരാദ്രമായ കവിതകൾ കാവ്യരസാസ്വാദകരെ ആഹ്ലാദിപ്പിക്കുന്നു. കവി കമല ബാലാർക്ക സുഷമ എന്ന് മൂക പഞ്ചശതിയിലും ഇത് തന്നെ പറയുന്നുണ്ട്. ഈ ശ്ലോകം 1000 ഒരു വീതം 41 ദിവസം ജപിച്ചാൽ വേദശാസ്ത്രാദി ജ്ഞാനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വാഗ്ദേവതയും വാത്സല്യമയുമായ അമ്മയ്ക്ക് പ്രണാമം. എല്ലാവർക്കും ജഗദംബയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.